ഹായ്, ശരത്താണ്. ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് ടൈമെക്സിന്റെ Q4 റിസൾട്ടും അതുപോലെ തന്നെ FY26ന്റെ ഫുൾ ഇയർ റിസൾട്ട് കാര്യങ്ങളൊക്കെയാണ്. ടൈമെക്സിന്റെ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ Q2 അല്ലെങ്കിൽ Q3 റിസൾട്ട് വന്ന സമയത്ത് വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു ചാനലിൽ. താല്പര്യമുള്ളവർക്ക് ആ വീഡിയോ കാണാവുന്നതാണ്. ബേസിക് ആയിട്ട് അവരുടെ ബിസിനസ് എന്താണെന്ന് നോക്കിയാൽ അവർ വാച്ച് മാനുഫാക്ചറിംഗ് ആണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അവർ സെല് ചെയ്യുന്നുണ്ട്. അതിനകത്ത് അവരുടെ സ്വന്തം ടൈമെക്സ് എന്ന് പറയുന്ന ബ്രാൻഡിലുള്ള പ്രൊഡക്റ്റുകളുണ്ട്. അതല്ലാതെ വേറെ ബ്രാൻഡുകളുടെ പ്രൊഡക്റ്റുകളും അവർ ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്ത് സെല് ചെയ്യുന്നുണ്ട്. സോ നേരത്തെ നോക്കിക്കഴിഞ്ഞാൽ ഒരു വർഷം 1.5 വർഷം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു കൂടുതലായിട്ട് ടൈമെക്സിന്റെ വാച്ചുകളാണ് സെല് ചെയ്തുകൊണ്ടിരുന്നത്. ആ ഒരു സമയത്ത് ഇവർ കുറച്ചുകൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വാച്ചുകളായിരുന്നു സെല് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ 1.5 വർഷത്തിൽ എന്ത് വ്യത്യാസം വന്നു നോക്കിയാൽ ഇവർ ഈ പറഞ്ഞ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വാച്ചുകൾ ചെയ്യുന്നിട്ട് ഇവർ പ്രീമിയം ആയിട്ടുള്ള വാച്ചുകളിലേക്ക് കുറച്ച് അവരുടെ ബിസിനസ് മാറ്റിയിട്ടുണ്ട്. പ്രീമിയം എന്ന് പറഞ്ഞാൽ സൂപ്പർ പ്രീമിയം ആയിട്ടുള്ള പ്രൊഡക്റ്റുകളല്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞ റോളക്സിന്റെ ഒക്കെ വാച്ചുകൾ പോലെ കോടികളിലേക്ക് വരുന്ന രീതിയിലുള്ള വാച്ചുകളല്ല. പക്ഷേ അത്യാവശ്യം നോർമൽ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വാച്ചുകളിൽ നിന്നിട്ട് പ്രീമിയത്തിലേക്ക് കിടക്കുന്ന ആ ഒരു ബ്രിഡ്ജ് ആയിട്ട് ഇവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ആ ഒരു റേഞ്ചിൽ വരുന്ന കുറേ പ്രൊഡക്റ്റുകൾ ഇവർ ആഡ് ചെയ്തിട്ടുണ്ട് ഇവരുടെ പോർട്ട്ഫോളിയോയിലേക്ക്. ആ രീതിയിൽ നോക്കിയാൽ ഇപ്പോൾ ഇവർ ഗസിന്റെ വാച്ചുകൾ സെല് ചെയ്യുന്നുണ്ട്, വെർസാഷയുടെ വാച്ചുകൾ സെല് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ആസ്റ്റൺ മാർട്ടിന്റെ വാച്ചുകൾ സെല് ചെയ്യുന്നുണ്ട്. ആ ഒരു രീതിയിൽ ഒരുപാട് ആ ഒരു സെഗ്മെന്റിൽ വരുന്ന വാച്ചുകളുടെ ബ്രാൻഡുകൾ ഇവരുടെ പോർട്ട്ഫോളിയോയിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ മൊത്തത്തിൽ കമ്പനിയുടെ മാർജിൻസ് കാര്യങ്ങളെല്ലാം ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ ഒരു 3-4 ക്വാർട്ടറായിട്ട് നമ്മൾ നോക്കുമ്പോൾ കൃത്യമായിട്ട് ഇവരുടെ മാർജിൻസ് കാര്യങ്ങൾ ഇമ്പ്രൂവ് ആവുന്നു. ഈ ഒരു ക്വാർട്ടറിൽ നമ്മൾ അവരുടെ എബിറ്റ മാർജിനൊക്കെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അത് കൃത്യമായിട്ട് കാണാനായിട്ട് പറ്റും. മാർജിൻസ് പ്രോപ്പറായിട്ട് ഇമ്പ്രൂവ്മെന്റ് വരുന്നു. അതുപോലെ തന്നെ റവന്യൂ ഗ്രോത്തും കമ്പനിയുടെ മൊത്തത്തിലുള്ള ഗ്രോത്തിന്റെ പേസ് കാര്യങ്ങളെല്ലാം ഇൻക്രീസ് ആയിട്ടുണ്ട് കഴിഞ്ഞ ഒരു വർഷം 2 വർഷത്തിൽ നോക്കിക്കഴിഞ്ഞാൽ. പിന്നെ ഇവരുടെ കോമ്പറ്റീറ്റർ ആയിട്ടുള്ളത് എതോസ് ആണ്. എതോസിനെ കഴിഞ്ഞ് ഒരുപാട് മുകളിൽ ഗ്രോത്തിന്റെ കാര്യം പറഞ്ഞു നോക്കിയാൽ നല്ല പേസിൽ നല്ല ഡിഫറൻസ് ഇപ്പോൾ വരുന്നുണ്ട്. എതോസ് കണ്ടിന്യൂസ് ആയിട്ട് 25-30% ഗ്രോ ചെയ്തിട്ടിരിക്കുന്ന ഒരു കമ്പനിയാണ്. അവരെ കഴിഞ്ഞ് ഒരുപാട് മുകളിലേക്ക് ഇവരുടെ ഗ്രോത്ത് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ഒരു 3-4 ക്വാർട്ടറിൽ തന്നെ മാറിയിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ക്വാർട്ടറിന്റെ റിസൾട്ട് നമ്പർ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ റവന്യൂ ഗ്രോ ചെയ്തിരിക്കുന്ന ഏകദേശം 74% റവന്യൂ ഗ്രോത്തും അതുപോലെ പ്രോഫിറ്റ് ഗ്രോത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 200% മുകളിൽ അവർക്ക് പ്രോഫിറ്റ് ഗ്രോത്തും വന്നിട്ടുണ്ട്. അതായത് അവരുടെ പ്രോഫിറ്റ് ഏകദേശം 3 ടൈംസ് ആയിട്ടുണ്ട്. അത് ഈ ഒരു ക്വാർട്ടറിന്റെ കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞത്. അത് ഫുൾ ഇയർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ റവന്യൂ ഗ്രോത്ത് നോക്കിയാൽ ഏകദേശം 48% റവന്യൂ ഗ്രോത്ത് ആണ് അവർക്ക് ഒരു ഫുൾ ഫൈനാൻഷ്യൽ ഇയറിൽ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രോഫിറ്റ് ഗ്രോത്ത് നോക്കിയാലും 150% മുകളിൽ അവർക്ക് പ്രോഫിറ്റ് ഗ്രോത്ത് വന്നിട്ടുണ്ട്. അതുപോലെ അവരുടെ എബിറ്റ മാർജിൻസ് നോക്കിയാൽ ഞാൻ നേരത്തെ പറഞ്ഞു 14% മുകളിലേക്ക് കമ്പനിയുടെ എബിറ്റ മാർജിൻ എത്തിയിട്ടുണ്ട് ഈ ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ. കഴിഞ്ഞ ഫൈനാൻഷ്യൽ ഇയറിൽ അത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 9.2% ആയിരുന്നു അവർക്ക് എബിറ്റ മാർജിൻ ആയിട്ടുള്ളത്. എബിറ്റയിൽ നല്ല രീതിയിലുള്ള ഒരു ജമ്പാണ് മാർജിൻസിലെ കാര്യങ്ങളിലൊക്കെ വന്നിട്ടുള്ളത്. അത് കൃത്യമായിട്ട് അവർ അവരുടെ പോർട്ട്ഫോളിയോയിൽ ഈ ഒരു മാറ്റം വരുത്തിക്കൊണ്ട് തന്നെയാണ് ഈ മാർജിൻസ് ഇത്ര രീതിയിൽ തന്നെ ഇമ്പ്രൂവ് ആകുന്നത്. അതിന്റെ കൂടെ തന്നെ അവരുടെ റവന്യൂവിൽ ഈ പറഞ്ഞ ഹൈ പേസിൽ ഗ്രോ ചെയ്യാൻ തുടങ്ങിയതുകൊണ്ട് തന്നെ കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റി കൊണ്ടാണ് ഈ 150% ഇയർ ഓൺ ഇയർ ഇൻക്രീസ് ആയിട്ടുള്ളത്. ഇപ്പോൾ ടോട്ടൽ അവരുടെ പ്രോഫിറ്റ് നോക്കിയാൽ ഈ ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ ഏകദേശം 75 കോടിയാണ് അവരുടെ ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ അവരുടെ CFO നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ അവർ പോസിറ്റീവ് ആയിട്ടുണ്ട്. ഏകദേശം 91 crore അവരുടെ CFO എന്ന് പറയുന്നത്. കഴിഞ്ഞ ഫൈനാൻഷ്യൽ ഇയറിലൊക്കെ അത് നെഗറ്റീവ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ കമ്പനി ക്യാഷ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഏകദേശം 75 കോടിയാണ് അവരുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഏകദേശം 91 കോടിയോളം അവർ ക്യാഷ് ആയിട്ട് തന്നെ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. സോ നല്ല രീതിയിൽ കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റി കാര്യങ്ങളെല്ലാം ഈ ഒരു പ്രീമിയം സെഗ്മെന്റിലേക്ക് മാറിയപ്പോഴും അല്ലെങ്കിൽ ഇവരുടെ പേസ് ഗ്രോത്ത് കാര്യങ്ങളൊക്കെ ഇൻക്രീസ് ആയപ്പോൾ അവർക്ക് കൃത്യമായിട്ട് അതിനെ ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ കമ്പനിക്ക് അസംബ്ലി യൂണിറ്റ് ഉണ്ട് ഇന്ത്യയിൽ. ഹിമാചൽ പ്രദേശിലാണ് അവരുടെ അസംബ്ലി യൂണിറ്റ് ഉള്ളത്. അവിടെ ഏകദേശം കപ്പാസിറ്റി നോക്കിയാൽ 4 മില്യൺ കപ്പാസിറ്റിയാണ് ഉണ്ടായിരുന്നത്. അതിപ്പോൾ 6 മില്യൺ ആയിട്ട് അവർ കൂട്ടിയിട്ടുണ്ട്. മാനേജ്മെന്റ് പറയുന്നത് അവരിനി അത് 10 മില്യൺ ആക്കാനായിട്ട് പോകുന്നുള്ള കാര്യമാണ്. അപ്പോൾ 4-ൽ നിന്ന് 6 ആകുമ്പോൾ തന്നെ 50% ഗ്രോത്ത് ആണ്. ഇനി 6-ൽ നിന്ന് 10 ആക്കാനായിട്ടാണ് നോക്കുന്നത്. അപ്പോൾ നോക്കുമ്പോൾ ഏകദേശം ഒരു 70% ഗ്രോത്തോടാണ് ഇവരുടെ ഇവരുടെ യൂണിറ്റിൽ അവർ ആ ഒരു മാനുഫാക്ചറിംഗ് ഫെസിലിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ അതൊക്കെ നോക്കുമ്പോൾ ഇവരുടെ ഹൈ പേസിലുള്ള ഗ്രോത്ത് ഇനിയും കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. മാനേജ്മെന്റ് നമുക്ക് ഇതിനകത്ത് ഇവരുടെ PPT വെച്ചിട്ടാണ് നമുക്ക് അത്യാവശ്യം കാര്യങ്ങളെല്ലാം മനസ്സിലാവുന്നത്. മാനേജ്മെന്റ് കോൺകോൾ കാര്യങ്ങളൊന്നും നടത്തുന്നില്ല. പക്ഷെ അതങ്ങനെ ഭയങ്കര നെഗറ്റീവായിട്ട് കണ്ട ആവശ്യമൊന്നുമില്ല. കാരണം എല്ലാ കമ്പനികളും കോൺകോൾ കാര്യങ്ങളൊന്നും നടത്താറില്ല. സോ ആ ഒരു രീതിയിൽ നോക്കും. പക്ഷേ മാനേജ്മെന്റ് ക്ലിയർ ആയിട്ട് അവരുടെ അത്യാവശ്യം നമുക്ക് അറിയേണ്ട ഡേറ്റാസ് എല്ലാം നമുക്ക് അവരുടെ PPT അവൈലബിൾ ആയിട്ടുണ്ട്. സോ ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ അടുത്ത വർഷം ഈ ഒരു രീതിയിലുള്ള ഗ്രോത്ത് ഒക്കെ തന്നെ നമുക്ക് കമ്പനിയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാൻ തോന്നുന്നു. ഈ ഒരു രീതിയിലുള്ള ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ 48% ഗ്രോത്ത് അല്ല, എതോസിനെ കഴിഞ്ഞ് മുകളിൽ പെർഫോം ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എതോസ് ഞാൻ പറഞ്ഞില്ല 25-30% ഇടയ്ക്കാണ് എതോസ് ഗ്രോ ചെയ്യുന്നത്. എതോസിന്റെ ഒരു വീഡിയോ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ആ ഒരു വീഡിയോയിൽ നമുക്ക് എതോസിനെയും ടൈമെക്സിനോട് പ്രോപ്പറായിട്ട് കമ്പയർ ചെയ്യാം. എന്തുകൊണ്ടാണ് എതോസിനെ കഴിഞ്ഞ് ബെറ്റർ ആയിട്ട് എനിക്ക് ടൈമെക്സ് ഫീൽ ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു വീഡിയോയിൽ നമ്മൾ കമ്പയർ ചെയ്ത് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ പറഞ്ഞു വന്ന് ഇവരുടെ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ നമുക്കൊരു 30% മുകളിൽ എന്തായാലും അടുത്തൊരു ഫൈനാൻഷ്യൽ ഇയർ എക്സ്പെക്ട് ചെയ്യാൻ തോന്നുന്നു. അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് ലിവറേജും കമ്പനിക്ക് കിട്ടാൻ സാധ്യതയുണ്ടെന്നാണ് തോന്നുന്നത്. അതായത് ഇപ്പോഴത്തെ പാറ്റ് മാർജിൻ എന്ന് പറഞ്ഞാൽ ഏകദേശം 9% മുകളിലാണ് പാറ്റ് മാർജിൻ. സോ പാറ്റ് മാർജിൻ കുറച്ചൊക്കെ ഇമ്പ്രൂവ് ആവുക ഈ ഒരു 30% ഗ്രോത്ത് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ പ്രോഫിറ്റബിലിറ്റി, അതായത് ഇവരുടെ പ്രോഫിറ്റ് ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ നോക്കിക്കഴിഞ്ഞാൽ 75 കോടിയിൽ നിന്ന് അടുത്തൊരു ഫൈനാൻഷ്യൽ ഇയറിൽ ഒരു 30% ഗ്രോത്ത് ഒക്കെ റവന്യൂവിൽ വന്നു കഴിഞ്ഞാൽ ഇതൊരു മാർജിൻ ആണെങ്കിൽ ഏകദേശം ഒരു 98-100 കോടിയൊക്കെയാണ് ഇവർ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ സാധ്യത. ഇപ്പൊ കമ്പനിയുടെ PE റേഷ്യോ നോക്കിയാൽ ഏകദേശം 50-അടുത്താണ് കമ്പനിയുടെ PE റേഷ്യോ ഉള്ളത്. സോ അതിന് നമ്മൾ അടുത്ത വർഷത്തെ പ്രോഫിറ്റ് വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 37-38 ആ ഒരു 40-ൽ താഴെയായിട്ടാണ് ഇവരുടെ ഫോർവേഡ് PE അവൈലബിൾ ആകുന്നത്. കമ്പനിയുടെ ഗ്രോത്ത് കുറച്ച് ഇപ്പം നമ്മൾ 30% എടുത്തതിന് വരാൻ അതിന് കഴിഞ്ഞ് മുകളിൽ ഗ്രോത്ത് വരികയും അതുപോലെ നല്ല രീതിയിൽ ഓപ്പറേറ്റിംഗ് ലിവറേജ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഫോർവേഡ് PE കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ താഴേക്ക് വരാൻ സാധ്യതയുണ്ട്. എന്തായാലും അറൗണ്ട് ഒരു 40-ൽ താഴെയായിരിക്കും ഇവരുടെ ഫോർവേഡ് PE വരാൻ സാധ്യതയുള്ളതെന്നാണ് തോന്നുന്നത്. ഒരു 30% ഗ്രോത്ത് കിട്ടിയാൽ പോലും
അങ്ങനെ നോക്കിയാൽ കമ്പനിയുടെ പെഗ് റേഷ്യോ കാര്യങ്ങളൊക്കെ വരുന്നത് അറൗണ്ട് 1 മുകളിലാണ്, 1.3 അതിനടുത്തേക്കാണ് ഈ ഒരു 30% ഗ്രോത്ത് എടുക്കുമ്പോഴും കമ്പനിക്ക് വരുന്നത്. അപ്പോൾ ഈ 30% മുകളിൽ ഒരു 40% ഗ്രോത്ത് വന്ന് എന്തായാലും അറൗണ്ട് ഒരു 1 പെഗ് റേഷ്യോയിൽ തന്നെ ഈ സ്റ്റോക്ക് അവൈലബിൾ ആവുന്നുണ്ട്. ഹൈ പേസിൽ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ്, കൺസിസ്റ്റന്റ് ആയിട്ട് പെർഫോം ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അതേപോലെ തന്നെ ഇവരുടെ ഒരു പീർസുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ആ ഒരു സെക്ടറിലെ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനിയാണ്. അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് ഇങ്ങനത്തെ സ്റ്റോക്കുകൾ ഏകദേശം ഈ ഒരു പിയിൽ തന്നെയാണ് അവൈലബിൾ ആകാൻ സാധ്യത കൂടുതൽ. കാരണം ഇതിനൊക്കെ ഇനി കുറഞ്ഞ പിയിലൊക്കെ ഈ സ്റ്റോക്ക് അവൈലബിൾ ആകുക പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇവർ ഈ ഒരു രീതിയിൽ വരുന്ന 1-2 വർഷം പെർഫോം ചെയ്താൽ നല്ല രീതിയിൽ റീ റേറ്റിംഗ് കിട്ടാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്ക് തന്നെയാണ്. എന്തായാലും നിങ്ങൾ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് സ്റ്റഡി ചെയ്തതിന് ശേഷം നിങ്ങളുടെ റിസ്ക് ഒക്കെ മനസ്സിലാക്കിയതിന് ശേഷം സ്വന്തം ഡിസിഷൻസും കാര്യങ്ങളൊക്കെ മേക്ക് ചെയ്യുക. നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം.